ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ഫോൺ ചെയ്ത് സങ്കടപ്പെട്ടിരിക്കുന്ന രേവതിയുടെ അടുക്കൽ വന്ന് സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? അവൻ വേണമെങ്കിൽ ഞാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വരണ്ട എന്ന് പറഞ്ഞെടുത്ത് നീയും പോവണ്ട. നിന്റെ ഭാര്യയാണ്, അത് നിന്റെ വീടായാലും ശരി. ഞാനില്ലാത്തടുത്ത് നീ പോകണ്ട എന്ന് പറയുന്നു സച്ചി. എന്നിട്ടും രേവതി പറയുന്നത്, സച്ചിയേട്ടാ ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോവണ്ട, എന്നെ വിളിക്കാത്ത സ്ഥലത്തേക്ക് നീയും പോവണ്ട എന്ന് പറയാണ്. രേവതി, നിനക്ക് ഞാനാണോ വലുത്, നിന്റെ അനിയനാണോ വലുത്? ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയാണ് സച്ചി. എന്നിട്ട് ദേഷ്യത്തോടെ ട്രിപ്പിന് പോകുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് വർഷ വന്ന്, എന്തു പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ വർഷയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രേവതി. രേവതി ചേച്ചി ഇതൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. ഏട്ടൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞതല്ലേ. ചേച്ചി അനിയന്റെ ബർത്ത്ഡേക്ക് പോയിട്ട് വാ, അമ്മയും അനിയനും ഒക്കെ ചേച്ചിയെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറയുന്നു. അതനുസരിച്ച് രേവതി സ്കൂട്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് സച്ചി വരുന്നുണ്ട്. രേവതി, രേവതി എന്ന് വിളിച്ചു വരുന്ന സച്ചിയോട് ചന്ദ്രമതി എരിവ് കയറ്റുന്നുണ്ട്. അവൾ ഇവിടെ ഇല്ല. നിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചോ അവൾ പോയില്ലേ? ഇപ്പൊ നിനക്ക് അവളെ മനസ്സിലായില്ലേ എന്നും കൂടി ചോദിച്ചപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. നേരെ സച്ചി കാർ എടുത്ത രേവതിയുടെ വീട്ടിലെത്തുന്നു. സച്ചി പോകുന്നത് നോക്കി സന്തോഷത്തോടെ തലയാട്ടി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു നോക്കി നിൽക്കുന്ന ചന്ദ്രമതിയെയാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ സഹകരിക്കുക. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.